ഹലോ ഓൾ, വെൽക്കം ടു വിന്നേഴ്സ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ പ്ലേലിസ്റ്റാണ്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ലാച്ച് ആൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നുള്ള പാർട്ടായിരുന്നു. അതായത് സീക്വൻഷ്യൽ സർക്യൂട്ടിൻ്റെ ബേസിക് ഫണ്ടമെൻ്റൽ നമ്മൾ കഴിഞ്ഞ 2 വീഡിയോ ഡിസ്കസ് ചെയ്തു. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ലാച്ചിൻ്റെ ബേസിക് കോൺസെപ്റ്റും രണ്ടാമത്തെ ക്ലാസ്സിൽ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ബേസിക് കോൺസെപ്റ്റും പറഞ്ഞു. അതിൽ കുറേ ബേസിക് തിയറി പാർട്ടുകൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള MCQs ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ MCQs വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQs ആണ്. അത് നമ്മൾ HSST ലെവലിലും അതുപോലെ തന്നെ ഡിപ്ലോമ ലെവലിലും BTech ലെവലിലും ഒക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മളിതിൻ്റെ MCQ പാർട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൽ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. സോ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് എ യൂണിവേഴ്സൽ ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഫ്ലിപ്പ് ഫ്ലോപ്സ് പഠിച്ചിട്ടുണ്ട്. അതിൽ ഏതാണ് യൂണിവേഴ്സൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. SR ഫ്ലിപ്പ് ഫ്ലോപ്പ്, JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, D ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇതെല്ലാവരും ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ഒറ്റയടിക്കുന്നതിൻ്റെ ആൻസർ ചെയ്യുന്നത് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നായിരിക്കും. കാരണം എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് SR ലാച്ചാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ നോർമലി ചിന്തിക്കുന്നത് ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ A എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. പക്ഷേ ഓപ്ഷൻ A ആണോ അതിൻ്റെ റൈറ്റ് ആൻസർ വരുന്നത്? എന്തടിസ്ഥാനത്തിലാണ് നമ്മൾ യൂണിവേഴ്സൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്? യൂണിവേഴ്സൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തിട്ട് ബാക്കി എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കണം. അതിനെയാണ് യൂണിവേഴ്സൽ എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സൽ ഫ്ലിപ്പ് ഫ്ലോപ്പായിട്ട് അറിയപ്പെടുന്ന SR ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ല, JK ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. സോ വൈ? എന്തുകൊണ്ട് JK ഫ്ലിപ്പ് ഫ്ലോപ്പിനെ യൂണിവേഴ്സൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നു? അത് നമ്മൾ തിങ്ക് ചെയ്ത് തന്നെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം നിങ്ങളുടെ മൈൻഡിൽ വേണം. ആ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ സർക്യൂട്ട് ഡയഗ്രത്തിൽ ഞാൻ എന്ത് ചെയ്യാണ്? ആ Jക്കും Kക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡീഷണൽ ആയിട്ടുള്ള ഇൻപുട്ട് ഉണ്ടല്ലോ, അതിനങ്ങ് റിമൂവ് ചെയ്ത് എന്ത് സംഭവിക്കും? അതിനെ റിമൂവ് ചെയ്ത് അത് SR ഫ്ലിപ്പ് ഫ്ലോപ്പായിട്ട് മാറും. ശരിയല്ലേ? അപ്പോൾ JKയിൽ നിന്ന് SR ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. അതിൻ്റെ അഡീഷണലി നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഇൻപുട്ടിനെ റിമൂവ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ആ അഡീഷണൽ ഇൻപുട്ട് റിമൂവ് ചെയ്തിട്ട് എക്സ്ട്രാ ഒരു നോട്ട് ഗേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തായിട്ട് മാറി? D ഫ്ലിപ്പ് ഫ്ലോപ്പായിട്ട് മാറി. അതുപോലെ തന്നെ ഈ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ 2 ഇൻപുട്ടും ജസ്റ്റ് ഒന്ന് ഷോർട്ട് ചെയ്താൽ അത് എന്ത് ഫ്ലിപ്പ് ഫ്ലോപ്പായി മാറി? T ഫ്ലിപ്പ് ഫ്ലോപ്പായിട്ട് മാറി. അപ്പോൾ ജനറലി നമുക്ക് പറയാം JK ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തുകൊണ്ട് ബാക്കി എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സും നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നറിയപ്പെടുന്ന ഫ്ലിപ്പ് ഫ്ലോപ്സ് ഏതാണ്? JK ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. എല്ലാവരും തെറ്റിക്കും. ഇതിൻ്റെ ആൻസർ SR ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് എഴുതും. SR ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ല, JK ഫ്ലിപ്പ് ഫ്ലോപ്പാണ് യൂണിവേഴ്സൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ കണ്ടോ? ഇത് ലെക്ചർ പോളി 2021 ചോദിച്ച ക്വസ്റ്റൻ ആണ്. എ ബേസിക് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് ബൈ ക്രോസ് കപ്ലിംഗ് വിച്ച് ഓഫ് ദി ഗേറ്റ്? എ ബേസിക് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് ബൈ ക്രോസ് കപ്ലിംഗ് വിച്ച് ഓഫ് ദി ഗേറ്റ്? NAND OR, XOR XNOR, NOR NAND, AND NOR. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഏതൊരു ഫ്ലിപ്പ് ഫ്ലോപ്പും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് യൂണിവേഴ്സൽ ഗേറ്റ് യൂസ് ചെയ്തിട്ടാണ്. യൂണിവേഴ്സൽ ഗേറ്റ്. സോ വി ഹാവ് 2 types of universal gates. The first universal gate is called NOR gate and the second universal gate is called NAND gate. So നമുക്ക് രണ്ട് യൂണിവേഴ്സൽ ഗേറ്റ്സേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് എന്തായിരിക്കും? ഓപ്ഷൻ C. NOR വെച്ചിട്ടും NAND വെച്ചിട്ടും എനിക്ക് എന്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം? SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. സോ ഓപ്ഷൻ C ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് നോക്കണേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് നോട്ട് ഫ്രീ ഫ്രം റൈസ് അറൗണ്ട് കണ്ടീഷൻ? Which of the following flip flop is not free from raise around condition? D flip flop, T flip flop, SR flip flop, master slave JK flip flop. അപ്പോൾ ക്വസ്റ്റ്യൻ കുറച്ച് കൺഫ്യൂസിങ് മാറിപ്പോരുത്. കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തിട്ട് വേണം അതിൻ്റെ ആൻസർ ചെയ്യാൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് നോട്ട് ഫ്രീ? റേസ് അറൗണ്ട് കണ്ടീഷനിൽ നിന്ന് ഫ്രീ അല്ലാത്ത ഫ്ലിപ്പ് ഫ്ലോപ്സ് ഏതാണെന്ന് വെച്ചിരിക്കുന്നത്. അതായത് റേസ് അറൗണ്ട് കണ്ടീഷൻ ഒക്കുർ ചെയ്യുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ഓപ്ഷൻ? D ഫ്ലിപ്പ് ഫ്ലോപ്പ്. D ഫ്ലിപ്പ് ഫ്ലോപ്പിൽ റേസ് അറൗണ്ട് കണ്ടീഷൻ ഇല്ല. കാരണം വി ഹാവ് ഓൺലി 2 സ്റ്റേറ്റ്സ്, റീസെറ്റ് സ്റ്റേറ്റ് ആൻഡ് സെറ്റ് സ്റ്റേറ്റ്. നെക്സ്റ്റ് T ഫ്ലിപ്പ് ഫ്ലോപ്പ്. T ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ടിയുടെ വാല്യൂ 1 ആകുമ്പോൾ നമുക്ക് ടോഗിൾ കണ്ടീഷൻ കിട്ടും. അതുകൊണ്ട് തന്നെ
ഇവിടെ റേസർ ഓൺ കണ്ടീഷൻസ് പോസിബിൾ ആണ്. SR ഫ്ലിപ്പ് ഫ്ലോപ്പിലും റേസർ ഓൺ കണ്ടീഷൻ ഇല്ല. മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ റേസർ ഓൺ കണ്ടീഷനെ ഓവർകം ചെയ്യിക്കുന്ന സർക്യൂട്ടാണ്. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് നോട്ട് ഫ്രീ ഫ്രം റേസർ ഓൺ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ക്വൈറ്റ് സിമ്പിൾ, T ഫ്ലിപ്പ് ഫ്ലോപ്പ്. അതേതാണ്? T ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണേ. ദ ട്രൂത്ത് ടേബിൾ ഫോർ SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ഹാസ് ഹൗ മെനി വാലിഡ് എൻട്രീസ്? 1, 2, 3, 4. അപ്പോൾ നമ്മളൊരു SR ഫ്ലിപ്പ് ഫ്ലോപ്പ് എടുക്കുകയാണെങ്കിൽ അതിൽ എത്ര വാലിഡ് എൻട്രീസ് ഉണ്ടായിരിക്കും? വാലിഡ് എൻട്രി എന്ന് പറഞ്ഞാൽ എന്താ? നോർമലി വാലിഡ് എൻട്രി. അപ്പോൾ 4 സ്റ്റേറ്റുകളാണ് മൊത്തം ഒരു SR ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഉണ്ടാവുക. അത് റീസെറ്റ് കണ്ടീഷൻ, സെറ്റ് കണ്ടീഷൻ, മെമ്മറി കണ്ടീഷൻ, ഇൻവാലിഡ് കണ്ടീഷൻ. ഈ 4 സ്റ്റേറ്റ്സിൽ എത്ര വാലിഡ് എൻട്രീസ് ഉണ്ട്? വാലിഡ് എൻട്രീസ് എന്ന് പറഞ്ഞാൽ 3 ആണ്. മെമ്മറി സ്റ്റേറ്റ് ഒരു വാലിഡ് എൻട്രി ആണ്, റീസെറ്റ് സ്റ്റേറ്റ് ഒരു വാലിഡ് എൻട്രി ആണ്, സെറ്റ് സ്റ്റേറ്റ് ഒരു വാലിഡ് എൻട്രി ആണ്. സോ വി ഹാവ് 3 വാലിഡ് എൻട്രീസ് ഹിയർ. സോ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ വരിക. ഓപ്ഷൻ സി. ഓക്കെ, നെക്സ്റ്റ്. ഹൗ മെനി ടൈപ്സ് ഓഫ് സീക്വൻഷ്യൽ സർക്യൂട്ട്സ് ആർ? 2, 3, 4, 5. ഇത് നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ശരിക്കും സീക്വൻഷ്യൽ സർക്യൂട്ടിൻ്റെ എണ്ണം നമ്മൾ പറയുമ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പ്, ലാച്ച്, കൗണ്ടർ, ഷിഫ്റ്റ് രജിസ്റ്റർ അങ്ങനെ കുറേ കാറ്റഗറീസ് ഉണ്ടെങ്കിലും ബേസിക് ആയിട്ട് നമുക്ക് സീക്വൻഷ്യൽ സർക്യൂട്ടിനെ 2 ആയിട്ടാണ് ക്ലാസ് ചെയ്യാൻ പറ്റുക. 2 ആയിട്ടാണ് ക്ലാസ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സിൻക്രണസ് ആണ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അസിൻക്രണസ് ആണ്. ശരിക്കും ദർ ആർ 2 ടൈപ്സ് ഓഫ് കാറ്റഗറി ഇൻ എ സീക്വൻഷ്യൽ സർക്യൂട്ട്. ദീസ് ആർ സിൻക്രണസ് സർക്യൂട്ട് ആൻഡ് അസിൻക്രണസ് സർക്യൂട്ട്, റൈറ്റ്? അപ്പോൾ ഏതായിരിക്കും ഇതിൻ്റെ ആൻസർ വരിക? ഓപ്ഷൻ എ 2 അല്ലേ? 2 ടൈപ്പ് ഓഫ് സീക്വൻഷ്യൽ സർക്യൂട്ടാണ് ഉണ്ടാവുക അല്ലേ? 6th ക്വസ്റ്റ്യൻ കണ്ടോ. ഹൂസ് ഓപ്പറേഷൻസ് ആർ മോർ ഫാസ്റ്റർ എമംഗ് ദി ഫോളോയിങ്? കോമ്പിനേഷൻ സർക്യൂട്ട്, സീക്വൻഷ്യൽ സർക്യൂട്ട്, ലാച്ചസ്, ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ ഏതിനാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ശരിക്കും സീക്വൻഷ്യൽ സർക്യൂട്ടും ലാച്ചസും ഫ്ലിപ്പ് ഫ്ലോപ്സും ഒക്കെ സീക്വൻഷ്യൽ സർക്യൂട്ടിൻ്റെ പാർട്ട് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് വരുന്നത് കോമ്പിനേഷൻ സർക്യൂട്ടാണ്, ഓപ്ഷൻ എ. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന ആരാണ്? കോമ്പിനേഷൻ സർക്യൂട്ടാണ്, ഓപ്ഷൻ എ. മനസ്സിലായോ? നെക്സ്റ്റ്. ലാച്ച് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ, അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ, ബൈസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ, 555 ടൈമർ. അപ്പോൾ ലാച്ച് എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിളാണ്? ലാച്ച്. അപ്പോൾ എന്താണ് മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ? എ മൾട്ടിവൈബ്രേറ്റർ ഓർ എ ഇലക്ട്രോണിക് സർക്യൂട്ട് വിച്ച് ഹാസ് ഓൺലി 1 സ്റ്റേബിൾ സ്റ്റേറ്റ്. ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിന് ഒരേ ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ് ഉള്ളൂ എങ്കിൽ അത് നമുക്ക് മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ എന്ന് പറയാം. എ മൾട്ടിവൈബ്രേറ്റർ വിച്ച് ഹാസ് നോ സ്റ്റേബിൾ സ്റ്റേറ്റ്, ഒറ്റ സ്റ്റേബിൾ സ്റ്റേറ്റ് ആണെങ്കിൽ ഇത് മോണോസ്റ്റേബിൾ. സ്റ്റേബിൾ സ്റ്റേറ്റ്സ് ഒന്നും ഇല്ല എങ്കിൽ അത് അസ്റ്റേബിൾ. 2 സ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ അത് ബൈസ്റ്റേബിൾ. അപ്പോൾ ലാച്ച് ശരിക്കും എന്തിൻ്റെ എക്സാമ്പിൾ ആണ്? ലാച്ച് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ബൈസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ. അതായത് ലാച്ചിൽ ശരിക്കും 2 സ്റ്റേബിൾ സ്റ്റേറ്റ് വരുന്നുണ്ട്. 0 സ്റ്റേബിൾ ആണ്, 1 സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ 2 സ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ലാച്ചസിന് എന്ത് പറയാം? ലാച്ചസ് ഈസ് കോൾഡ് ബൈസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ, ഓപ്ഷൻ സി. ഓക്കെ, നെക്സ്റ്റ് നോക്കണേ. വാട്ട് ഈസ് ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ്? വാട്ട് ഈസ് വൺ ഓഫ് ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ്? സോ SR ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഹാസ് നോ എനേബിൾ ഇൻപുട്സ്, ഇറ്റ് ഹാസ് റേസ് കണ്ടീഷൻ, ഇറ്റ് ഹാസ് നോ ക്ലോക്ക് ഇൻപുട്ട്, ഇൻവാലിഡ് സ്റ്റേറ്റ്. അപ്പോൾ ശരിക്കും SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഒരു ബേസിക് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഇൻവാലിഡ് സ്റ്റേറ്റ് തന്നെയാണ്. ഇൻവാലിഡ് സ്റ്റേറ്റിനെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ടാണ് ജനറലി നമ്മൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് കൊണ്ടുവന്നത്. അതിന് പകരം ടോഗിൾ സ്റ്റേറ്റ് കൊണ്ടുവന്നത്. അപ്പോൾ ഒരു SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ പ്രൈമറി ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിൽ 3 വാലിഡ് എൻട്രീസേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ഇൻവാലിഡ് സ്റ്റേറ്റ് ഉണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, നെക്സ്റ്റ്. വൺ എക്സാമ്പിൾ ഓഫ് യൂസ് ഓഫ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് റേസർ, സ്റ്റേബിൾ ഓസിലേറ്റർ, ബൈനറി സ്റ്റോറേജ് രജിസ്റ്റർ, ട്രാൻസിഷൻ പൾസ് ജനറേറ്റർ. സോ വൺ എക്സാമ്പിൾ ഓഫ് യൂസ് ഓഫ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ്. അപ്പോൾ SR ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? റേസർ, സ്റ്റേബിൾ ഓസിലേറ്റർ, ബൈനറി സ്റ്റോറേജ് രജിസ്റ്റർ, ട്രാൻസിഷൻ പൾസ് ജനറേറ്റർ. ശരിക്കും നമ്മൾ പറഞ്ഞ
എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിലെ 4 കേസസ് നമ്മൾ പറഞ്ഞപ്പോൾ അതിൽ ഇനീഷ്യൽ കേസ് തന്നെ മെമ്മറിയാണ് അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഒരു ബൈനറി സ്റ്റോറേജ് രജിസ്റ്റർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സോ ബൈനറി സ്റ്റോറേജ് രജിസ്റ്റർ എന്ന് പറയുമ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് ബൈനറി സ്റ്റോറേജ് രജിസ്റ്റർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ സി. ഓപ്ഷൻ സി അല്ലേ. നെക്സ്റ്റ്, ഓൺ എ പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് SR flip-flop, the output reflect the input condition when. On a positive edge triggered SR flip-flop, the output reflects the input condition when the clock pulse is low, the clock pulse is high, the clock pulse transition from low to high, the clock pulse transition from high to low. അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന നോർമലി ഒരു ട്രിഗറിങ് മെത്തേഡാണ്. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രിഗറിങ് മെത്തേഡ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ക്ലോക്ക് എങ്കിൽ നമ്മൾ ഇവിടെ പറയാണ് ദ പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ആണ്. പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ആക്ടിവേറ്റ് ഓൺലി ഇൻ ദ റൈസിങ് എഡ്ജ്. ഓരോ ക്ലോക്കിൻ്റെയും റൈസിങ് എഡ്ജസിലാണ് ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് നമുക്ക് പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് എന്ന് പറയാം. അപ്പോൾ ഏതായിരിക്കും ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരിക? ക്ലോക്ക് പൾസ് ലോ ആണോ? അല്ല. ക്ലോക്ക് പൾസ് ഹൈ ആണോ? അല്ല. ദ ക്ലോക്ക് പൾസ് ട്രാൻസിഷൻ ഫ്രം ലോ ടു ഹൈ. ലോയിൽ നിന്ന് ഹൈയിലേക്ക് ക്ലോക്ക് ട്രാൻസിഷൻസ് വരുമ്പോഴാണ് ഇവിടെ ആക്ടിവേഷൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാ? ദ ക്ലോക്ക് പൾസ് ട്രാൻസിഷൻ ഫ്രം ലോ ടു ഹൈ. ഇപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ആണെങ്കിൽ നമുക്കറിയാം ഫോളിങ് എഡ്ജസിലാണ് ക്ലോക്ക് ആക്റ്റീവ് ആവുക. ക്ലോക്ക് പൾസ് ട്രാൻസിഷൻ ഫ്രം ഹൈ ടു ലോ ആയിരിക്കും എന്തിൽ വരിക? നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡിൽ വരിക. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. എ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ക്യാൻ ബി ഒബ്റ്റെയിൻ ഫ്രം ക്ലോക്ക്ഡ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ബൈ ഓഗ്മെന്റിംഗ് 2 AND gate, 2 NAND gate, 2 NOT gate and 2 OR gate. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? ഒരു JK ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലേ. ഒരു JK ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നമ്മൾ എടുക്കുമ്പോൾ നോർമലി നമുക്കിവിടെ 2 NAND ഗേറ്റുകൾ വരും. ഇവിടെ ഒരു NAND ഗേറ്റും ഇവിടെ ഒരു NAND ഗേറ്റും അല്ലേ. ഈ NAND ഗേറ്റിന് നമുക്ക് ഇവിടെ ഒരു ഇൻപുട്ട് വരും J, ഇവിടെ ഒരു ഇൻപുട്ട് വരും K. ഈ രണ്ട് ഇൻപുട്ടുകൾ കോമൺ ആയിട്ട് നമ്മൾ ക്ലോക്കിലേക്ക് കണക്ട് ചെയ്യും. ഇവിടെ അഡീഷണലി നമുക്ക് വരുന്നൊരു ഇൻപുട്ട് ഉണ്ട്. ഇത് ആക്ച്വലി Q ബാർ ആണ് അല്ലേ. ഇവിടെ നമുക്ക് അഡീഷണൽ ഒരു ഇൻപുട്ട് ഉണ്ട്, അത് ആക്ച്വലി Q ആണ്. അപ്പോൾ ശരിക്കും ഏത് ആയിട്ട് ഓഗ്മെന്റ് ചെയ്യുമ്പോഴാണ് നമുക്കിവിടെ ഇത് കിട്ടുക? നോർമലി അതായത് നമ്മുടെ നാൻഡിൽ അഡീഷണലി ഒരു ഇൻപുട്ടും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ 2 NAND ഗേറ്റ് എന്ന് പറയുന്നതല്ലേ ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരിക? ഓപ്ഷൻ ബി. നെക്സ്റ്റ് നോക്കണേ. 12ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് നോ ചേഞ്ച് കണ്ടീഷൻ അപ്പിയേഴ്സ് വെൻ J = 1 K = 1, J = 1 K = 0, J = 0 K = 1, J = 0 K = 0. അപ്പോൾ നിങ്ങൾ പറയോ നോ ചേഞ്ച് കണ്ടീഷൻ എങ്ങനെയാണ് ഒക്കർ ചെയ്യുക JK ഫ്ലിപ്പ് ഫ്ലോപ്പിൽ? നോ ചേഞ്ച് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും മെമ്മറി കണ്ടീഷനാണ് JK ഫ്ലിപ്പ് ഫ്ലോപ്പിലെ മെമ്മറി കണ്ടീഷൻ. അപ്പോൾ നമുക്കറിയാം മെമ്മറി കണ്ടീഷൻ എങ്ങനെയാണ് JK ഫ്ലിപ്പ് ഫ്ലോപ്പിൽ അച്ചീവ് ചെയ്യുന്നത്. മെമ്മറി കണ്ടീഷൻ കിട്ടണമെങ്കിൽ ജെയുടെ വാല്യൂ കെയുടെ വാല്യൂ എന്തായിരിക്കണം? 0 ആയിരിക്കണം. നമ്മൾ പഠിച്ചല്ലേ J = 0 K = 0. ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുക? നോ ചേഞ്ച് കണ്ടീഷൻ കിട്ടുക. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് എന്തായിരിക്കും? ഓപ്ഷൻ ഡി ആയിരിക്കും. സോറി, ഓപ്ഷൻ ഡി അല്ലല്ലോ, ഓപ്ഷൻ ഡി ആയിരിക്കും. J = 0 K = 0. നെക്സ്റ്റ് നോക്കണേ. 13ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ D ഫ്ലിപ്പ് ഫ്ലോപ്പ് ദ ക്ലോക്ക് ഇൻപുട്ട് ഈസ് ലോ, ദ D ഇൻപുട്ട് ഈസ്. ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു D ഫ്ലിപ്പ് ഫ്ലോപ്പ് പഠിച്ചിട്ടുണ്ട്. D ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മൾ വരച്ചത് ഇതുപോലെയാണ്. ആദ്യം നമുക്കൊരു SR ലാച്ച് വരും അല്ലേ. SR ലാച്ച് ഇതിപ്പോൾ S സ്റ്റാർ എന്നും R സ്റ്റാർ എന്നും വിളിക്കുകയാണെങ്കിൽ ഇതിന് നമ്മൾ അഡീഷണലി ഒരു 2 NAND ഗേറ്റിലേക്ക് കണക്ട് ചെയ്യും. ഇത് ഫസ്റ്റ് NAND ഗേറ്റും ഇത് സെക്കൻഡ് NAND ഗേറ്റും. ഇതാണ് S ഇൻപുട്ട്, ഇതാണ് R ഇൻപുട്ട്. ഇതിനെ രണ്ടിനും കൂടി നമ്മൾ കോമൺ ആയിട്ട് ഒരു നോട്ട് ഗേറ്റിലേക്ക് പാസ് ചെയ്യും. ഇവിടെ നമുക്ക് അഡീഷണലി ഒരു ക്ലോക്ക് വരും അല്ലേ. ഈ ഇൻപുട്ടായിരുന്നു D. അപ്പോൾ ഇവിടെ സ്പെസിഫിക്കലി പറഞ്ഞിരിക്കുന്ന കേസ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്കറിയാമല്ലോ Q ബാർ ആണ്. സോ ഇതുപോലത്തെ ഒരു D ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ക്ലോക്ക് ഇൻപുട്ട് ലോ ആണെങ്കിൽ എന്തായിരിക്കും D ഇൻപുട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലോക്ക് ഇൻപുട്ട് ലോ ആണെങ്കിൽ എന്താ സംഭവിക്കുക?
ക്ലോക്ക് ഇൻപുട്ട് ലോ ആണെങ്കിൽ നോർമലി ഈ സിഗ്നലിൻ്റെ വാല്യൂ 0 ആയിരിക്കും അല്ലേ. അപ്പം ഡി എന്തായാലും ഡി എന്നുള്ളത് 0 ആയാലും 1 ആയാലും ഈ രണ്ട് നാൻഡ് ഗേറ്റിൻ്റെയും ക്ലോക്ക് ഇൻപുട്ട് 0 ആയി. രണ്ട് ഇൻപുട്ടിൻ്റെയും ക്ലോക്ക് ഇൻപുട്ട് 0 ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ എസ് സ്റ്റാറിൻ്റെ വാല്യൂ 1 ആയിരിക്കും, ആർ സ്റ്റാറിൻ്റെ വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ എസ് സ്റ്റാറും ആർ സ്റ്റാറും 1 വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ആ കണ്ടീഷൻ പഠിച്ചിട്ടുണ്ട്. എസ് സ്റ്റാർ ഈക്വൽ ടു 1, ആർ സ്റ്റാർ ഈക്വൽ ടു 1, ഈ ഒരു കണ്ടീഷനല്ലേ നമുക്ക് കിട്ടുക. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ദിസ് കണ്ടീഷൻ ഈസ് നത്തിങ് ബട്ട് മെമ്മറി. ഇത് നമുക്ക് എന്ത് പറയാം, മെമ്മറി സ്റ്റേറ്റ് എന്ന് പറയാം. അപ്പോൾ എന്താവും നോർമലി സംഭവിക്കുക, ഒരു ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ക്ലോക്ക് സിഗ്നൽ ഡിസേബിൾ ആവുകയാണെങ്കിൽ ഇതിന് ഇറ്റ് ഹാസ് നോ എഫക്റ്റ്, ഗോസ് ഹൈ ഗോസ് ലോ ഹാസ് എഫക്റ്റ്. ശരിക്കും ഇത് മെമ്മറി സ്റ്റേറ്റ് ആയിട്ടാണ് മാറുക. മെമ്മറി സ്റ്റേറ്റ് ആയിട്ട് മാറുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഇറ്റ് ഹാസ് നോ എഫക്റ്റ് എന്നാണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിലും കേട്ടോ. അപ്പോൾ നമ്മൾ എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിലെ ക്ലോക്കിനെ ഡിസേബിൾ ചെയ്താൽ അവിടെ നമുക്ക് കിട്ടുന്ന മെമ്മറി സ്റ്റേറ്റ് ആയിരിക്കും. ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഇതുപോലെ തന്നെ നമ്മൾ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ കോമൺ ആയിട്ട് കൊടുക്കുന്ന ക്ലോക്കിനെ ഡിസേബിൾ ചെയ്താൽ ഇവിടെ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, മെമ്മറി സ്റ്റേറ്റ് ആയിരിക്കും. ടി ഫ്ലിപ്പ് ഫ്ലോപ്പിലും നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, മെമ്മറി സ്റ്റേറ്റ് ആയിരിക്കും. അപ്പോൾ ഏതൊരു ഫ്ലിപ്പ് ഫ്ലോപ്പിലും ക്ലോക്ക് ഇൻപുട്ട് നമ്മൾ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്നത് ഹാസ് നോ എഫക്റ്റ് എന്നാണ്. ഹാസ് നോ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വി ഗെറ്റ് ഇറ്റ് ആസ് എ മെമ്മറി സ്റ്റേറ്റ്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഹാസ് നോ എഫക്റ്റ്. അടുത്ത് നോക്കണേ, ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് ഓൺലി ആക്ടിവേറ്റഡ് ബൈ ഡാഷ്, പോസിറ്റീവ് എഡ്ജ് ട്രിഗർ, നെഗറ്റീവ് എഡ്ജ് ട്രിഗർ, എയ്തർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് എഡ്ജ് ട്രിഗർ, സൈനുസോയിഡൽ ട്രിഗർ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഫ്ലിപ്പ് ഫ്ലോപ്സ് പറഞ്ഞപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നെഗറ്റീവ് എഡ്ജ് ട്രിഗർ വെച്ചിട്ടാണ് റേസ് അറൗണ്ട് കണ്ടീഷൻ ഓവർകം ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒറ്റയടിക്ക് നിങ്ങളെ തിങ്കിങ് പോകുന്നത് ഓപ്ഷൻ ഡിയിലേക്കായിരിക്കും. പക്ഷെ അങ്ങനെയല്ല, ജനറൽ തിയറി നമ്മൾ പറഞ്ഞ സമയത്ത് ഫ്ലിപ്പ് ഫ്ലോപ്സിൽ നമുക്ക് സാധാരണ രണ്ട് ക്ലോക്കുകളും യൂസ് ചെയ്യാം. അതായത് പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ക്ലോക്ക് യൂസ് ചെയ്യാം, നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ക്ലോക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എയ്തർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. എയ്തർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് എഡ്ജ് ട്രിഗർ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ സി ആയിരിക്കും. ഓപ്ഷൻ സി. നിങ്ങൾക്ക് മനസ്സിലായോ? നെക്സ്റ്റ്, ബോത്ത് ജെ കെ ആൻഡ് ടി ഫ്ലിപ്പ് ഫ്ലോപ്സ് ആർ ഡിറൈവ്ഡ് ഫ്രം ബേസിക് ഡാഷ്, എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പ്, എസ് ആർ ലാച്ച്, ഡി ലാച്ച്, ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മൾ ഇപ്പോൾ എസ് ആർ എഴുതുകയാണെങ്കിലും ജെ കെ എഴുതുകയാണെങ്കിലും എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പ് എഴുതുകയാണെങ്കിലും ഡി എഴുതുകയാണെങ്കിലും ഇതിലൊക്കെ നമ്മൾ ആദ്യം വരയ്ക്കുന്നത് ഞാനിപ്പോൾ വരയ്ക്കുന്ന പോലത്തെ ഒരു കോമൺ സർക്യൂട്ടാണ്. ആദ്യം ഒരു നാൻഡ് ഗേറ്റ്, രണ്ടാമതൊരു നാൻഡ് ഗേറ്റ്. ഫസ്റ്റ് നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് ഇങ്ങോട്ട് കണക്ട് ചെയ്തു, ഈ ഔട്ട്പുട്ട് എടുത്ത് ഇങ്ങോട്ട് കണക്ട് ചെയ്തു. ഇത് ക്യൂ, ഇത് ക്യൂ ബാർ അല്ലേ, ഇത് എസ്, ഇത് ആർ. ഇതാണ് ഏതൊരു ഫ്ലിപ്പ് ഫ്ലോപ്സ് വരയ്ക്കുമ്പോഴും നമ്മൾ വരയ്ക്കേണ്ട പ്രൈമറി ബേസിക് സർക്യൂട്ട്. പ്രൈമറി ബേസിക് സർക്യൂട്ട് അല്ലേ, ഇതല്ലേ. സോ ദിസ് ഇസ് നത്തിങ് ബട്ട് എസ് ആർ ലാച്ച്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, ബോത്ത് ജെ കെ ആൻഡ് ടി ഫ്ലിപ്പ് ഫ്ലോപ്സ് ആർ ഡിറൈവ്ഡ് ഫ്രം ബേസിക്. അപ്പോൾ നിങ്ങൾ എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നൊന്നും എഴുതരുത്. ശരിക്കും ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പും ടി ഫ്ലിപ്പ് ഫ്ലോപ്പും നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന എന്തിൽ നിന്നാണ്, എസ് ആർ ലാച്ചിൽ നിന്നാണ്. ഓപ്ഷൻ ബി. Okay, next, the flip flop which has not any invalid states are. Invalid states ഒന്നും ഇല്ലാത്ത ഫ്ലിപ്പ് ഫ്ലോപ്സ് ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എ പറയുന്നത് എന്താ, ഓപ്ഷൻ എ എന്ന് പറയുന്നത് എസ് ആർ ജെ കെ ഡി. എസ് ആറിൽ ഇൻവാലിഡ് സ്റ്റേറ്റ്സ് ഉണ്ട്. എസ് ആർ ജെ കെ ടി, എസ് ആറിൽ ഇൻവാലിഡ് സ്റ്റേറ്റ്സ് ഉണ്ട്. ജെ കെ ഡി എസ് ആർ, ജെ കെ ഡി എസ് ആർ എന്ന് പറയുമ്പോൾ ഇതിലും എസ് ആർ ഉണ്ട്, ഇതിലും ഇൻവാലിഡ് സ്റ്റേറ്റ് ഉണ്ട്. ജെ കെ ഡി ടി, ജെ കെ ഡി ടി, ജെ കെയിൽ ഇൻവാലിഡ് സ്റ്റേറ്റ് ഇല്ല, ഡിയിൽ ഇൻവാലിഡ് സ്റ്റേറ്റ് ഇല്ല, ടിയിലും ഇൻവാലിഡ് സ്റ്റേറ്റ് ഇല്ല. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആയിരിക്കും. ഓപ്ഷൻ ഡി. ഓക്കെ, നെക്സ്റ്റ് നോക്കണേ, ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് വിൽ വർക്ക് ആസ് എ ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇഫ്. ഇത് ലെക്ചർ ഇൻ പോളിയിൽ വെച്ച ക്വസ്റ്റൻ ആണ്. എ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് വിൽ വർക്ക് ആസ് ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇഫ് ജെ ഈക്വൽ ടു 0, കെ ഈക്വൽ ടു 0, ജെ ഈക്വൽ ടു 1 ഈക്വൽ ടു കെ, j equal to 1, k equal to 0, j equal to 0, k equal to 1. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കൺഫ്യൂഷൻ ആവേണ്ട. ജെയും കെയും നോർമലി നമ്മൾ ഇന്റർകണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ടി കിട്ടുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ജെ കെയുടെ ബേസിക് കണ്ടീഷനായിട്ട് പറയുമ്പോൾ
ജെ കെയുടെ നമ്മൾ പ്രൈമറി കണ്ടീഷൻ നമ്മൾ ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും ജെ കെ ആണെങ്കിലും ടി ആണെങ്കിലും അതിൻ്റെ പ്രൈമറി കണ്ടീഷൻ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന മേജർ കണ്ടീഷൻ എന്ന് പറയുന്നത് ടോഗിൾ സ്റ്റേറ്റ് തന്നെയാണ്. കാരണം ഈ ടോഗിൾ സ്റ്റേറ്റ് എന്നുള്ള ആപ്ലിക്കേഷനാണ് നമ്മൾ എല്ലാ കേസസിലും യൂസ് ചെയ്യുന്നത്. കൗണ്ടർ ആണെങ്കിലും എല്ലാ കേസിലും നമ്മൾ ടോഗിളായി യൂസ് ചെയ്യുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജെ കെ ടി ആവുക എന്ന് പറഞ്ഞാൽ ജെ കെയിലെ ടോഗിൾ കണ്ടീഷനെ ടിയിലേക്ക് നമുക്ക് മാറ്റണമെങ്കിൽ ജെയുടെ വാല്യൂം കെയുടെ വാല്യൂം സെയിം ആയിരിക്കണം. അതെന്തായിരിക്കണം? ജെയുടെ വാല്യൂം കെയുടെ വാല്യൂം നോർമലി 1 ആയിരിക്കണം. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് ആസ് എ ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇഫ് ബോത്ത് ജെ ആൻഡ് കെ വിൽ ബി 1 എന്ന് പറയുന്നതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരിക. ഓപ്ഷൻ ബി. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സിംഗിൾ ഇൻപുട്ട് ഫ്ലിപ്പ് ഫ്ലോപ്പ്? ആർ എസ്, ഡി, ജെ കെ, ക്ലോക്ക്ഡ് ആർ എസ്. അപ്പോൾ ഇതിൽ സിംഗിൾ ഇൻപുട്ട് ഫ്ലിപ്പ് ഫ്ലോപ്പ് നമുക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല, അത് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. നെക്സ്റ്റ്, എമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, വിച്ച് ഈസ് ദാറ്റ്? ദാറ്റ് ഇസ് എസ് ഇലക്ട്രോണിക്സിലെ ക്വസ്റ്റൻ ആണ്. ഡാറ്റ സ്റ്റോറേജ്, ഫ്രീക്വൻസി ഡിവിഷൻ, അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. അപ്പോൾ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഈ 4 ഓപ്ഷനിൽ വിച്ച് ഈസ് നോട്ട് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്ലിപ്പ് ഫ്ലോപ്സിന്റെ ആപ്ലിക്കേഷൻ അല്ലാത്തത് ഏതാണ്? ശരിക്കും ഡാറ്റ സ്റ്റോറിങ്ങിന് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഡാറ്റ സ്റ്റോറിങ് പർപ്പസിന് നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്ന് പറയുന്നത് അതേപോലെ ഒരു ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആണ്, കാരണം അതിന് 2 സ്റ്റേബിൾ സ്റ്റേറ്റ് വരുന്നുണ്ട്. ഫ്രീക്വൻസി ഡിവിഷന് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ ഇനി പറയുന്ന അടുത്ത ടോപ്പിക് പറയുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ 2 രീതിയിലുള്ള സീക്വൻഷ്യൽ സർക്യൂട്ട് ഉണ്ട്, സിങ്കർണസും അസിങ്കർണസും. അപ്പോൾ നമ്മളൊരു അസിങ്കർണസ് മാനറിലാണ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്ക് എങ്കിൽ ഈ ക്ലോക്കാണ് അടുത്ത സ്റ്റേജിനെ ഡ്രൈവ് ചെയ്യുന്നത്. അടുത്ത സ്റ്റേജിനെ ഡ്രൈവ് ചെയ്യുന്ന പറഞ്ഞാൽ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്കാണ്. അപ്പോൾ ശരിക്കും ഈ ക്ലോക്ക് അടുത്ത സ്റ്റേജിനെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ ക്ലോക്ക് സിഗ്നൽ എന്നുള്ളത് ഇങ്ങനെ മാറും. അപ്പോൾ എന്തായി? ഇവിടെ നമുക്ക് എന്ത് ഫ്രീക്വൻസിയാണ് കിട്ടത്, ആ ഫ്രീക്വൻസിയിൽ വ്യത്യാസം വന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്ന് പറയുന്നത് ഡാറ്റ സ്റ്റോറിങ്ങിന് യൂസ് ചെയ്യും, ഫ്രീക്വൻസി ഡിവിഷന് യൂസ് ചെയ്യും, ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യാത്തൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആണ്. അസ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ എ മൾട്ടി വൈബ്രേറ്റർ വിച്ച് ഡസിൻ ഹാവ് എനി സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് വിച്ച് ഈസ് നോട്ട് ആൻ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ആൻസർ. ഓപ്ഷൻ സി. മനസ്സിലായോ? യെസ്. നെക്സ്റ്റ് നോക്കണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഔട്ട്പുട്ട് ഓഫ് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ടോഗിൾസ് ഓൺലി വെൻ? ഇത് ജൂനിയർ ഇൻസ്ട്രക്ടർ MRRTV ചോദിച്ച ക്വസ്റ്റൻ ആണ്. J equal to 0, K equal to 1, J equal to 1, K equal to 0, J equal to K equal to 1, J equal to K equal to 0. The output of JK flip flop toggles. Toggle ചെയ്യുന്ന എപ്പോഴാണ് നമുക്കറിയാം? Jയും Kയും 1 ആവുമ്പോഴാണ് ഇത് ടോഗിൾ ചെയ്യുക. അപ്പോൾ ഓപ്ഷൻ സി. 21 നോക്കണേ. Racer on condition occurs in JK flip flop when both inputs are 0, both inputs are complementary, both inputs are 1, none of the above. So racer on condition occurs in JK flip flop when? എപ്പോഴാണ് റേസർ ഓൺ കണ്ടീഷൻ ഒക്കെ ചെയ്യുക? J equal to 1, K equal to 1 വരുമ്പോഴാണ് റേസർ ഓൺ കണ്ടീഷൻ ഒക്കെ അറിയാം. സോ ബോത്ത് ഇൻപുട്സ് ആർ 1 എന്ന് പറയുന്നതാണ് ഇതിന്റെ റൈറ്റ് ആൻസർ വരിക. ഓപ്ഷൻ സി. നെക്സ്റ്റ്, എ സർക്യൂട്ട് വിച്ച് ടേക്സ് അറ്റ് എക്സാക്ട്ലി ടൈം ഇൻ വിച്ച് ദ ക്ലോക്ക് സിഗ്നൽ ഗോസ് ഫ്രം ലോ ടു ഹൈ ഈസ് നോൺ ആസ്. അപ്പോൾ നമ്മളൊരു ക്ലോക്ക് സിഗ്നൽ എടുത്തു. ക്ലോക്ക് സിഗ്നല്, അപ്പോൾ ഈ ക്ലോക്ക് സിഗ്നലിൽ ഇതാണ് ലോ, ഇതാണ് ഹൈ. അപ്പോൾ ലോയിൽ നിന്ന് ഹൈയിലേക്ക് ക്ലോക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ ദ സർക്യൂട്ട് ദാറ്റ് ടേക്സ് ആൻ ഇൻപുട്ട് എക്സാക്ട് ടൈം ഇൻ വിച്ച് ദ ക്ലോക്ക് സിഗ്നൽ ഗോസ് ഫ്രം ലോ ടു ഹൈ ഈസ് നോൺ ആസ്. ഇതിനെന്ത് പറയാം നമുക്ക്? ദിസ് ഇസ് നത്തിങ് ബട്ട് പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ക്ലോക്ക് അല്ലേ? പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് എന്ന് പറഞ്ഞാണ് ഇതിന്റെ ആൻസർ വരിക. ഓപ്ഷൻ എ. ഇതാണല്ലോ നമ്മുടെ കേസ്. നെക്സ്റ്റ് നോക്കണേ. വാട്ട് ഈസ് ദി ഫൈനൽ വാല്യൂസ് ഓഫ് Q1 ആൻഡ് Q2 ആഫ്റ്റർ 4 clock cycles if the initial values are 0, 0 in the sequential circuit shown below? അപ്പോൾ നമുക്കൊരു സീക്വൻഷ്യൽ സർക്യൂട്ട് കൊടുത്തിട്ടുണ്ട്. ആ സീക്വൻഷ്യൽ സർക്യൂട്ടിന്റെ ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? 0, 0 ആണ്. അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ടുകൾ എന്തായിരിക്കും? 4 ക്ലോക്ക് പൾസിന് ശേഷം നമുക്ക് ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? വാട്ട് ഈസ് Q0, വാട്ട് ഈസ് Q1? അപ്പോൾ നിങ്ങളിവിടെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവുന്നൊരു കാര്യം, നമ്മളെ സർക്യൂട്ട് കണ്ടോ? നമ്മളെ സർക്യൂട്ടിൽ 2 T ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ഉണ്ട്. ഇത് ഫസ്റ്റ് T ഫ്ലിപ്പ് ഫ്ലോപ്പും ഇത് സെക്കൻഡ് T ഫ്ലിപ്പ് ഫ്ലോപ്പും. ഈ 2 T ഫ്ലിപ്പ് ഫ്ലോപ്പുകളിലും ടിയുടെ വാല്യൂ 1 ആണ്.
ടിയുടെ വാല്യൂ 1 എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താ? ഇവിടെ നമുക്ക് ഒക്കർ ചെയ്യുന്ന സ്റ്റേറ്റ് ടോഗിൾ കണ്ടീഷൻ ആയിരിക്കും. ജെ ഈക്വൽ ടു 1 കെ ഈക്വൽ ടു 1 ഇക്വാലന്റ് ആണ് ടി ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ. അപ്പൊ ടോഗിളാ വരിക. ടോഗിൾ എന്ന് പറഞ്ഞാൽ വാട്ട് എവർ ദി പ്രീവിയസ് ഔട്ട്പുട്ട് ദാറ്റ് ഈസ് കോംപ്ലിമെന്റഡ് ഹിയർ. അപ്പോൾ ഇനീഷ്യലി നമുക്ക് എന്താ, ഇനീഷ്യലി നമ്മളെ ക്യൂവിന്റെ വാല്യൂ ക്യൂ ബാറിന്റെ വാല്യൂ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അല്ല Q0ന്റെ വാല്യൂ Q1ന്റെ വാല്യൂ തന്നിട്ടുണ്ട് 0 0. അപ്പോൾ ഇനീഷ്യൽ വാല്യൂ 0 0 ആണ്. ഫസ്റ്റ് ക്ലോക്ക് കൊടുക്കുമ്പോൾ ഇതെന്താവും? കോംപ്ലിമെന്റ് ആവും. കോംപ്ലിമെന്റ് ആവും എന്ന് പറഞ്ഞാൽ അത് 1 1 ആവും. സെക്കൻഡ് ക്ലോക്ക് കൊടുക്കുമ്പോൾ ഇത് വീണ്ടും കോംപ്ലിമെന്റ് ആവും, അതായത് 0 0 ആവും. തേർഡ് ക്ലോക്ക് കൊടുക്കുമ്പോൾ ഇത് വീണ്ടും കോംപ്ലിമെന്റ് ആവും 1 1. ഫോർത്ത് ക്ലോക്ക് കൊടുക്കുമ്പോൾ ഇത് വീണ്ടും കോംപ്ലിമെന്റ് ആവും 0 0. സോ ആഫ്റ്റർ 4 ക്ലോക്ക് പൾസസ് the values are 0 0. 4 ക്ലോക്ക് പൾസിന് ശേഷം ഇതിന്റെ വാല്യൂ എന്തായിട്ട് തന്നെ മാറും? 0 0 ആയിട്ട് തന്നെ മാറും. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ വരിക. ഓപ്ഷൻ ഡി. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് 25 ആണ്. The circuit given below is JK flip flop, Johnson counter, RS latch, RS flip flop. ശരിക്കും അനലൈസ് ചെയ്ത ഈ ഫിഗർ, ഇതാണ് നമ്മുടെ ഫിഗർ അല്ലേ? ഇതിൽ ഈ ഫിഗർ എന്താണ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ. അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്തിരിക്കുന്നത്? നോർമലി ഇത് നിങ്ങൾ ഒറ്റയടിക്ക് നിങ്ങൾ ആൻസർ ഇവിടെ പോകുന്നത് എന്തിലേക്കായിരിക്കും? ഒറ്റയടിക്ക് നിങ്ങൾ ഇതിന്റെ ആൻസർ എഴുതും RS ലാച്ച് എന്ന് എഴുതും, സോറി RS ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് എഴുതും. ഇത് RS ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണോ ശരിക്ക്? ഈ സർക്യൂട്ട് ഒന്ന് നോക്കിയാൽ, ഈ സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ ഇതൊരു SR ലാച്ച് ആണ്. SR ലാച്ചിന്റെ ഇൻപുട്ട് നമ്മൾ രണ്ട് നാൻഡ് ഗേറ്റിലേക്ക് കണക്ട് ചെയ്തു അല്ലേ? അപ്പൊ ഈ 2 നാൻഡ് ഗേറ്റ് ശരിക്കും നമ്മൾ ഇതുപോലെ ക്ലോക്ക് ചെയ്താൽ മാത്രമേ ഇത് എന്താവുള്ളൂ? ഫ്ലിപ്പ് ഫ്ലോപ്പ് ആവുള്ളൂ. ഇവിടെ നമ്മൾ ക്ലോക്ക് ചെയ്യുന്നുണ്ടോ? ക്ലോക്ക് ചെയ്യുന്നില്ല. അപ്പൊ ശരിക്കും ഇത് കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും ഇത് ഒരിക്കലും ഫ്ലിപ്പ് ഫ്ലോപ്പ് ആവുന്നില്ല. ഈ സർക്യൂട്ട് ശരിക്കും എന്താണ്? ഈ കൊടുത്തിരിക്കുന്ന സർക്യൂട്ട് ശരിക്കും ലാച്ച് ആണ്. അപ്പോൾ RS ലാച്ച് എന്ന് പറയുന്നതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വരിക. ഓപ്ഷൻ സി. ഓക്കെ, നെക്സ്റ്റ് നോക്കണേ. കൺസിഡർ ദി ഗിവൺ സർക്യൂട്ട്. ഇൻ ദി സർക്യൂട്ട് റേസ് അറൗണ്ട് കണ്ടീഷൻ. ഓപ്ഷൻ എ ഡസ് നോട്ട് ഒക്കർ, occurs when clock equal to 0, occurs when clock equal to 1 and A equal to B equal to 1, occurs when clock equal to 1 and A equal to B equal to 0. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഈ സർക്യൂട്ട് ഒന്ന് നോക്കിയേ. ഇതാണ് നമ്മുടെ സർക്യൂട്ട് അല്ലേ? ഇതില് ഈ സർക്യൂട്ട് നിങ്ങളെ മൈൻഡിൽ വരണം. അത് ഏത് ടൈപ്പ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെന്ന് നിങ്ങളെ മൈൻഡിൽ വരണം, എങ്കിലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ പ്രത്യേകത എന്താ? ഈ ഫ്ലിപ്പ് ഫ്ലോപ്പില് നമ്മൾ നോർമലി ഇവിടെ 2 നാൻഡ് ഗേറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് സെക്കൻഡ് ഇന്നിലേക്കും സെക്കൻഡ് ഔട്ട്പുട്ട് ഫസ്റ്റ് ഇന്നിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 നാൻഡ് ഗേറ്റുകൾ എക്സ്ട്രാ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫസ്റ്റ് ഇൻപുട്ട് എയും സെക്കൻഡ് ഇൻപുട്ട് ബിയും. ഇതിനെ കോമൺ ആയിട്ട് നമ്മളൊരു ക്ലോക്ക് ആയിട്ട് കണക്ട് ചെയ്തു. ശരിക്കും പറഞ്ഞതിന്റെ പ്രത്യേകത എന്താ? ഇത് ശരിക്കും JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഒന്നും അല്ല. JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടെങ്കിൽ അഡീഷണലി ഒരു ഇൻപുട്ട് നമുക്ക് ഇവിടെ വരും. അതില്ല ശരിക്കും അല്ലേ? അപ്പൊ ഇത് ശരിക്കും പറഞ്ഞ ഒരു SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. അപ്പൊ നിങ്ങൾ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനത്തെ ഫിഗർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു SR ഫ്ലിപ്പ് ഫ്ലോപ്പിലാണെങ്കിൽ അതിൽ റേസ് അറൗണ്ട് കണ്ടീഷൻ ഉണ്ടായിരിക്കോ? ഇല്ല. റേസ് അറൗണ്ട് കണ്ടീഷൻ ഒക്കർ ചെയ്യുന്ന 2 ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ, ഒന്ന് JK ഫ്ലിപ്പ് ഫ്ലോപ്പും ഒന്ന് T ഫ്ലിപ്പ് ഫ്ലോപ്പും ആണ്. അതിൽ മാത്രമേ റേസ് അറൗണ്ട് കണ്ടീഷൻ ഒക്കർ ചെയ്യുള്ളൂ. അപ്പൊ ഇതിൽ ഡസ് നോട്ട് ഒക്കർ എന്ന് പറയുന്നതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഡസ് നോട്ട് ഒക്കർ. അപ്പോൾ ഇവിടെ റേസ് അറൗണ്ട് കണ്ടീഷൻ ഒക്കർ ചെയ്യില്ല, കാരണം ബിക്കോസ് ഇത് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. അടുത്ത് നോക്കുക. ദ സർക്യൂട്ട് ഷോൺ ഇൻ ദി ഫിഗർ ഈസ് ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ്, JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, SR ലാച്ച്, മാസ്റ്റർ സ്ലേവ് D ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ ഇതാണ് നമുക്ക് കൊടുത്തിരിക്കുന്ന ഫിഗർ. കണ്ടോ? ഇവിടെ 2 ലാച്ചുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ലാച്ചിലേക്ക് നമ്മൾ ഡയറക്റ്റ്ലി ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ലാച്ചിലേക്ക് നമ്മൾ ഈ ക്ലോക്ക് കൊടുത്തതിന്റെ ഇൻവേർട്ടഡ് ഫോം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞത് എന്താണ്? ഇതൊരു മാസ്റ്റർ സ്ലേവ് അറേഞ്ച്മെന്റ് ആണ്. where the first latch is act as a master and the second latch act as a slave. അപ്പോൾ മാസ്റ്ററിലേക്ക് നമ്മൾ ഡയറക്റ്റ് ക്ലോക്ക് കൊടുക്കും, സ്ലേവിലേക്ക് നമ്മൾ കോംപ്ലിമെന്റ് കൊടുക്കും. അപ്പൊ ഇത് ശരിക്കും എന്താണ്? ദിസ് ഇസ് നത്തിങ് ബട്ട് മാസ്റ്റർ സ്ലേവ് D ഫ്ലിപ്പ് ഫ്ലോപ്പ്. മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മൾ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ അറേഞ്ച്മെന്റ് നോക്കിയിട്ട് നമുക്ക് പറയാം ഇത് മാസ്റ്റർ സ്ലേവ് D ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. അപ്പോൾ 27 ഒബ്ജക്റ്റീവ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. 27 ഒബ്ജക്റ്റീവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് MCQ പാർട്ടിൽ കവർ ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സീക്വൻഷ്യൽ സർക്യൂട്ടിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള കൗണ്ടറും ഷിഫ്റ്റ് രജിസ്റ്ററും ആണ് പഠിക്കാനുള്ളത്. കൗണ്ടറും എന്താണ്,
കൗണ്ടറിൻ്റെ ഫുൾ തിയറി അതിൻ്റെ MCQ, ഷിഫ്റ്റ് രജിസ്റ്ററിൻ്റെ ഫുൾ തിയറി അതിൻ്റെ MCQ. അപ്പോൾ അതോടെ നമ്മുടെ സീക്വൻഷ്യൽ സർക്യൂട്ട് എന്നുള്ള പാർട്ട് കംപ്ലീറ്റ് ആവും. ഓക്കെ.